വയനാട്ടിലെ മഹാദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് റഡാർ പരിശോധന നടത്തും. ദുരന്തത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 338 ജീവനുകളാണ്. 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. റഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് ഇന്നലെ രാത്രി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. മരിച്ചത് ഉഭയജീവിയാകാമെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. രാവിലെ നിലമ്പൂരിലെ ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടങ്ങും. 5ാം ദിവസം പരിശോധന ആരംഭിക്കാൻ ഇരിക്കെ കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഏറ്റവും പ്രതികൂലമായി നിന്നതും കാലാവസ്ഥ തന്നെയാണ്. എന്തായാലും സൈന്യമടക്കമുള്ള ആളുകൾ, രക്ഷാപ്രവർത്തകർ ദുരന്ത സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്നലെ രാത്രി ലഭിച്ച ഒരു സിഗ്നൽ അത് വളരെ നിർണായകമായിരുന്നു എന്ന് നമ്മൾ കരുതി. ഒരു ജീവൻ മണ്ണിനടിയിലുണ്ട് എന്ന റഡാറിൽ സിഗ്നൽ ലഭിക്കുകയും തുടർന്ന് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പതിവിലും വ്യത്യസ്തമായി ഇന്നലെ കൂടുതൽ നേരം രാത്രിയിലും അവിടെ തെരച്ചിൽ ഊർജിതമാക്കി തന്നെ നടത്തി സൈന്യം. പക്ഷേ ആ ഫലം വിഫലമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അത് ഏതെങ്കിലും ജീവിയുടേതാണെങ്കിലും എന്ത് ജീവനാണെങ്കിലും മനുഷ്യജീവന് മാത്രമല്ല നമ്മൾ വില കൽപ്പിക്കുന്നത് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായ ഇടപെടൽ. അവിടെ തെരച്ചിൽ ഊർജിതമാക്കണമെന്നും അവിടെ ആ ജീവൻ കണ്ടെത്തുന്നതുവരെയുള്ള തെരച്ചിൽ നടത്തണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. എന്തുതന്നെയായാലും വയനാട്ടിൽ ഓരോ പ്രദേശങ്ങളിലും അത്രത്തോളം തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട് ഇന്നും എന്നുള്ളതാണ്. ചാലിയാർ പുഴയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന കേന്ദ്രമായി മാറുകയാണ്. ചാലിയാർ പുഴയിൽ നിന്ന് ഇതുവരെയും 150ഓളം മൃതശരീരങ്ങളാണ് കിട്ടിയത്. എടുത്തു പറയേണ്ട കാര്യം, പൂർണ്ണമായും ലഭിക്കുന്ന ശരീരങ്ങൾ അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. എണ്ണത്തിൽ വളരെ കുറവാണ് എന്നുള്ളതാണ്. ചാലിയാർ പുഴയിലേക്ക് അവിടെ നിന്നും ലഭിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങളാണ് കൂടുതലും. കൈയും കാലും വിരലുമൊക്കെ അറ്റ് ആ മൃതദേഹാവശിഷ്ടങ്ങളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അത് ആരുടേത് എന്ന് കണ്ടെത്തുക അത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. DNA പരിശോധനയടക്കം അതിന് വേണ്ടിവരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധം ചിന്നിച്ചിതറിയാണ് മൃതദേഹങ്ങൾ ഓരോന്നും അവിടെ നിന്നും ലഭിക്കുന്നത്. ഇന്നലെയും സ്ക്യൂബ ഡൈവേഴ്സിന്റെ നേതൃത്വത്തിലും വ്യോമ മാർഗങ്ങൾ ഉപയോഗിച്ചുമൊക്കെ തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു. ഒപ്പം പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ അവിടെ നടത്തിയിരുന്നു. അതേസമയം കരയിലും തെരച്ചിൽ നടക്കുകയാണ്. മണ്ണിനടിയിൽ നമ്മൾ കണ്ടു ഉറ്റവരെ തിരയുന്ന ആളുകൾ ക്യാമ്പിൽ നിന്നും ഇറങ്ങി അവരുടെ വീടുകളിരുന്ന സ്ഥലത്തേക്ക്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, അവർക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധം വയനാട്ടിലെ പല പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ തുടച്ചു നീക്കിയ കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതുതായി കാണുന്നത് പോലെയാണ് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ആ പ്രദേശം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിലിൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഭയാനകമാണ് അപകടത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളും. വനംവകുപ്പ് പ്രദേശവാസികൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇടത്തേക്ക് വി അരുണും അരുൺ പാലോടും നടത്തിയ കാഴ്ചകൾ കാണാം. മട്ടം ഭാഗത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇപ്പോൾ അരുൺ പാലോടിന്റെ ക്യാമറയിൽ വരുന്ന ദൃശ്യങ്ങൾ ആ ഭാഗമാണ്. ഏതാണ്ട് ആ ഭാഗത്താണ് ഉരുൾ പൊട്ടി ഒലിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ പൊട്ടലാണ്, ആ ഉരുളാണ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഈ വയനാട് ദുരന്തമായി മാറ്റിയ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണിത്. ഇവിടെ നിന്ന് ഇത് ഫോറസ്റ്റിന്റെ ഏരിയയാണ്. പുഞ്ചിരി മട്ടം പ്രദേശ ജനവാസ മേഖലയിൽ നിന്ന് കുറെ കൂടി മുകളിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, വനം വകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശമുണ്ട്. നമുക്കിപ്പോഴും അവിടെ നിന്ന് കാണാം പാലായി
പാലായിപ്പാറയിൽ നിന്ന് ആ അരുവി ഉത്ഭവിച്ചു വരുന്നു. അത് ചെറിയ രീതിയിൽ വരുന്ന അവിടെ വലിയ ഉരുൾപൊട്ടലായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ വലിയ റിസോർട്ടുകളാണ്. വനശ്രീ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന്റെ എതിർവശത്തുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ള ആ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. അത് പൊട്ടിയൊലിച്ച് ഈ താഴേക്ക് വളരെ ശക്തിയോടെ വരികയായിരുന്നു. ഇതിന്റെ എതിർവശത്ത് 2019 ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് താഴെയുള്ള 2 വീടുകൾക്ക്, അതായത് ഈ ക്യാമറയുടെ വലതുവശത്തുള്ള പ്രദേശത്ത് ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ 2019 ഉണ്ടായിരുന്നു. അവിടെ അത് താഴെയുള്ള 1-2 വീടുകൾ കേടുപാട് വന്നതാണ് അന്ന് സംഭവിച്ച അപകടം. പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ 2024 ആകുമ്പോൾ അത് വലിയ ഒരു ഉരുൾപൊട്ടലായി മാറി. ഇതിന്റെ സൂചനകൾ തലേ ദിവസം തന്നെ ഇവിടെ പലർക്കും ലഭിച്ചിരുന്നു. ഏതായാലും ഈ ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെ ഇപ്പോഴും അതിശക്തമായി വെള്ളം ഒഴുകി വരുന്നു. ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിക്കാൻ വനം വകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വടം കെട്ടി ഇവിടെ നിരോധിത മേഖലയിലേക്ക് ആരെയും കയറ്റിവിടാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. പുഞ്ചിരിമട്ടത്തെ ജനവാസ മേഖല കടന്നു വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണും. വനം വകുപ്പിന്റെ കേരള വന്യജീവി വകുപ്പ് ഈ അനധികൃതമായ വനത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമെന്ന ഒരു ബോർഡ് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് സൌത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ അധീനതയുള്ള മേഖലയാണ് ഇവിടെ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് ഇതിന്റെ ഉദ്ഭവസ്ഥാനത്തേക്ക് എത്തുന്നത്. സൗന്ദര്യം ഒരു വന്യ സൗന്ദര്യമായിരുന്നു, അത്യന്തം വന്യതയിലുള്ള സൗന്ദര്യമായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഇവിടെ ഉണ്ടായ അപകടം. ഇത്രയധികം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു അപകടം പതിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പുഞ്ചിരിമട്ടത്തെ പ്രധാന ജനവാസ മേഖലയാണിത്. ഇവിടെ നിരവധി വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ചില വീടുകളൊക്കെ ഇപ്പോഴും ഭാഗികമായെങ്കിലും ഇവിടെ ഉണ്ട്. എന്നാൽ ചില വീടുകൾ പൂർണ്ണമായും ഈ പുഴ എടുത്തുപോയി ഉരുളെടുത്തുപോയ അവസ്ഥയിലാണ്. തൊട്ട് താഴെയുള്ള വീടുകളൊക്കെ ആ അവസ്ഥയിലാണ്. നിരവധി വീടുകൾ ആ രീതിയിൽ നശിച്ചു. ഇതിന് പുറകിലുള്ള വീടുകളും ആ രീതിയിൽ പൂർണ്ണമായും നശിച്ചുപോയ വീടുകളാണ്. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നശിച്ചുപോയ വീടുകൾ. വലിയ പാറക്കല്ലുകൾ, കൂറ്റൻ പാറക്കൂട്ടങ്ങൾ ഇവിടെ ഈ പ്രഭവ കേന്ദ്രത്തിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ വലിയ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടായത് ഇവിടെയാണ്. നിരവധി വീടുകളുടെ മേൽ പാറക്കൂട്ടങ്ങൾ വന്ന് വീണ് വൻ പാറക്കൂട്ടങ്ങൾ വന്ന് വീണ് ആ രീതിയിൽ നശിച്ചുപോയ സ്ഥലമാണ്. വലിയ രീതിയിൽ മരങ്ങൾ, വലിയ മരങ്ങൾ ഒടിഞ്ഞ് പലയിടത്തും ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരു റോഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ അതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിൽ മാറിപ്പോയിരിക്കുന്നു. ഈ ഭാഗം പിന്നിട്ടാൽ പിന്നെ മുകളിലോട്ട് പോകുന്നത് ഒരു കോളനിയുണ്ട്. ആ കോളനിയും പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും വനഭൂമിയാണ്. ആ വനമേഖലയുടെ വേണം ഇതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക്, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന്റെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പാലായിപ്പാറയും വെള്ളരിപ്പാറയും ഒക്കെ വരുന്ന ഭാഗത്തേക്ക് പോകാൻ